ഓടക്കുഴലോടി വരും കണ്ണാ നീ ഓടി വന്നൻ മടി കൊണ്ടിരിക്കുമോ 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 ഓമനത്തമുള്ള നിന്റെ കൂടൽ ഞാൻ ഒന്നുവാരി ഉണരട്ടെ കണ്ണാ ഓമനത്തമുള്ള നിന്റെ കൂടൽ ഞാൻ ഒന്നുവാരി ഉണരട്ടെ കണ്ണാ ഒരായിരം ഉമ്മതരാം കണ്ണാ ഒരായിരം ഉമ്മതരാം കണ്ണാ ഓടക്കുഴലോടി വരും കണ്ണാ നീ ഓടി വന്നൻ മടി കൊണ്ടിരിക്കുമോ ഓടക്കുഴലോടി വരും കണ്ണാ നീ ഓടി വന്നൻ മടി കൊണ്ടിരിക്കുമോ പീതാംബരം ചുറ്റി കൊണ്ടരഞ്ഞാണം ചാട്ടി പീതാംബരം ചുറ്റി കൊണ്ടരഞ്ഞാണം ചാട്ടി മേരിപ്പൂ തിരുമുടിയിൽ ചൂടി വാ കണ്ണാ മേരിപ്പൂ തിരുമുടിയിൽ ചൂടി വാ കണ്ണാ പീതാംബരം ചുറ്റി കൊണ്ടരഞ്ഞാണം ചാട്ടി മേരിപ്പൂ തിരുമുടിയിൽ ചൂടി വാ കണ്ണാ പീതാംബരം ചുറ്റി കൊണ്ടരഞ്ഞാണം ചാട്ടി മേരിപ്പൂ തിരുമുടിയിൽ ചൂടി വാ കണ്ണാ പാൽക്കുടം നിറച്ചു തരാം പഴവും പഞ്ചാര തരാം 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 കാത്തിരമ്പുകിലുക്കി ഓടി വാ കണ്ണാ കാത്തിരമ്പുകിലുക്കി ഓടി വാ കണ്ണാ വെണ്ണയുണ്ണുവാനും നീ ഓടി വാ വെണ്ണയുണ്ണുവാനും നീ ഓടി വാ ഓടക്കുഴലോടി വരും കണ്ണാ നീ ഓടി വന്നൻ മടി കൊണ്ടിരിക്കുമോ ഓടക്കുഴലോടി വരും കണ്ണാ നീ ഓടി വന്നൻ മടി കൊണ്ടിരിക്കുമോ ഓമനത്തമുള്ള നിന്റെ കൂടൽ ഞാൻ ഒന്നുവാരി ഉണരട്ടെ കണ്ണാ ഓമനത്തമുള്ള നിന്റെ കൂടൽ ഞാൻ ഒന്നുവാരി ഉണരട്ടെ കണ്ണാ ഓരായിരം ഉമ്മതരാം കണ്ണാ ഓരായിരം ഉമ്മതരാം കണ്ണാ ഗോപികമാരറിയാതെ ഗോക്കളൊന്നും അറിയാതെ ഗോപികമാരറിയാതെ ഗോക്കളൊന്നും അറിയാതെ ഓരോചന കുറിയണിഞ്ഞു നീ വരൂ കണ്ണാ ഓരോചന കുറിയണിഞ്ഞു നീ വരൂ കണ്ണാ ഗോപികമാരറിയാതെ ഗോക്കളൊന്നും അറിയാതെ ഓരോചന കുറിയണിഞ്ഞു നീ വരൂ കണ്ണാ ഗോപികമാരറിയാതെ ഗോക്കളൊന്നും അറിയാതെ ഓരോചന കുറിയണിഞ്ഞു നീ വരൂ കണ്ണാ ക്രൂരൻ കാണാതെ അമ്പാടിയും അറിയാതെ ക്രൂരൻ കാണാതെ അമ്പാടിയും അറിയാതെ
सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद। जय बोल सद्गुरुनाथ महाराज की जय। ഭാഗവതത്തിൽ പരീക്ഷത്തിൻ്റെ കഥയാണ് പ്രഥമസ്കന്ധത്തിൽ വിസ്തരിച്ച് പറയുന്നു. പരീക്ഷത്തിന് എല്ലാവിധ സുഖസമ്പത്തികളൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾക്ക് എന്ത് വേണം? ആദ്യം സ്വത്ത് വേണം, പണം, സ്വത്തൊക്കെ വേണം. ഈ പാണ്ഡവന്മാരും കൗരവന്മാരും സ്വത്തിന് വേണ്ടിയാണ് 18 ദിവസം വലിയ യുദ്ധം നടത്തി. പിന്നെ ഒരു ആളും ആസ്വദിച്ചിട്ടില്ല, യുദ്ധം നടത്തിയേ ഉള്ളൂ. ദുര്യോധനത്തിന് പോലും പട്ടാഭിഷേകം കിട്ടിയിട്ടില്ല, മുഴുവനും ധൃതരാഷ്ട്രൻ്റെ കയ്യിലായിരുന്നു. ഇപ്പോൾ പാണ്ഡവന്മാർക്കും സ്വത്ത് കിട്ടിയിട്ടില്ല. കുറച്ചു നേരം അവർ രാജ്യഭരണം നടത്തി പിന്നെ പോയി കാട്ടിലേക്ക് പോയി. ഇനി പാണ്ഡവന്മാരുടെയും കൗരവരുടെയും സ്വത്ത് മുഴുവനും ആർക്കാണ് കിട്ടി ചോദിച്ചാൽ പരീക്ഷത്തിന് കിട്ടി. രണ്ടുപേർക്കും ഒരേ സംഗതിയായി ജനിച്ചത് കൊണ്ട് പരീക്ഷത്തിന് നിറച്ച് സ്വത്തും ഉണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് സ്വത്തും ഉണ്ടാവും, പണമൊക്കെ ഉണ്ടാവും, പക്ഷേ വിവാഹം കഴിക്കാൻ പെണ്ണ് കിട്ടില്ല. ഈ പരീക്ഷത്തിന് നല്ല പെൺകുട്ടി കിട്ടി, നല്ല സുന്ദരിയായ പെൺകുട്ടിയാണ്. വപുഷ്ടമാ എന്ന പേര് പറയുന്നത്. നല്ല ഉത്തമമായ സുന്ദരിയാണ്, ദേവതാസ്ത്രീയാണ് ശരിക്കും. അങ്ങനെ ഇരാവതി പേരുടെ ഉണ്ട്. ഇരാവതിയുടെ പേരുള്ള നല്ല പെൺകുട്ടി കിട്ടി, വിവാഹം കഴിഞ്ഞു. ചില ആൾക്കാർക്ക് സ്വത്തും ഉണ്ടാവും, വിവാഹം കഴിയും, പിന്നെ സന്താന ഭാഗ്യം ഉണ്ടാവില്ല. പരീക്ഷന് ആ ദുഃഖവും ഇല്ല. പരീക്ഷത്തിന് എല്ലാം ഉണ്ടായിരുന്നു. 4 കുട്ടികളാണ്. സുതസേനൻ, ഭീമസേനൻ, ഉഗ്രസേനൻ, ജനമേജയൻ. 4 കുട്ടികൾ. ജനമേജയനാണ് ജ്യേഷ്ഠൻ.
സ്വത്തും ഉണ്ടായി, വിവാഹം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ടായി. പക്ഷെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? അവസാനം ഒരു ശാപം കിട്ടി. 7ാമത്തെ ദിവസം മരിക്കണം. 7ാമത്തെ ദിവസം മരിക്കുന്ന ആൾക്ക് എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? അപ്പോഴാണ് മനസ്സിലാക്കി ഇതൊക്കെ നമ്മുടെ ഒപ്പം വരില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗംഗാജലത്തിൽ എത്തിച്ചേർന്ന കഥയാണ് പരീക്ഷത്തിൻ്റെ കഥ. പരീക്ഷത്ത് ആദ്യം രാജ്യഭരണം നടത്തുമ്പോഴാണ് ജനങ്ങൾക്ക് അധർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുന്നത്. അത് എന്തിനാ ചോദിച്ചപ്പോഴാണ് മന്ത്രിമാർ പറഞ്ഞു അത് കലിയുഗത്തിൻ്റെ സ്വഭാവമാണ്. കലിയുഗത്തിൽ അധർമ്മത്തിനാണ് കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുക, ധർമ്മത്തിൽ ശ്രദ്ധ കുറയും. ഇപ്പോൾ ഭഗവാന്റെ കഥ കേൾക്കാൻ ഇവിടെ ഇരിക്കുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ ഉറങ്ങിപ്പോകും. ഈ ഇടിപ്പെട്ടി നോക്കുമ്പോഴോ ഉറക്കം വരാറില്ല. രാത്രി 12 മണി വരെ നോക്കിയിരിക്കും. നിങ്ങൾ മൊബൈൽ തേക്കുമ്പോൾ എത്ര സമയം ആയാലും നോക്കിക്കൊണ്ടിരിക്കും. വിരൽ തേച്ച് വിരൽ വേഗം പോലെ ഇല്ലതാണ്, അങ്ങനെ തേക്കാൻ പോകും. അപ്പോൾ ഉറക്കം വരില്ല. എന്താ കാരണം? ഇത് കലിയുഗത്തിൻ്റെ സ്വഭാവം. അപ്പോൾ കലി പുരുഷനെ നിഗ്രഹിക്കണം വിചാരിച്ച പുറപ്പെട്ടു പരീക്ഷിത്ത്. അങ്ങനെ പുറപ്പെട്ട പറഞ്ഞ കലിപുരുഷനെ കണ്ടു. കലിപുരുഷൻ ഏത് രൂപത്തിലാണ്? ഗോഹത്യ ചെയ്യുന്ന രൂപത്തിലാണ് അവിടെ ദർശനം കൊടുക്കുന്നത്. ഒരു കാള അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ 3 കാല് പോയി 4ാമത്തെ കാല് വെട്ടാൻ വേണ്ടി വാള് ഉയർത്തിയിരിക്കുന്നു കലിപുരുഷൻ. അടുത്ത ഒരു പശു കറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പശുവാണ് ഭൂമിദേവി. ആ ഭഗവാൻ ഉള്ളത് വരെ നമുക്ക് ഒരു ദുഃഖം ഉണ്ടായിട്ടില്ല. ഗോപാലനായിട്ട് ഭഗവാൻ ഉണ്ടായപ്പോൾ ഒരു ദുഃഖവും ഇല്ല. ഗോപാലൻ പുറപ്പെട്ടപ്പോൾ നമുക്ക് ഇത്ര ദുഃഖം വന്നല്ലോ എന്ന് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടെ വന്ന് പരീക്ഷിത്ത് കലിപുരുഷനോട് പറഞ്ഞു നിർത്തൂ എന്ന് പറഞ്ഞു. പിന്നെ അടുത്തിരിക്കുന്ന കാളയോട് ചോദിച്ചു, എൻ്റെ കാള് വെട്ടിയ ഇയാളല്ലേ? രാജാവിൻ്റെ ധർമ്മം അങ്ങനെയാണ്. ആരാണ് തെറ്റ് ചെയ്തു അത് നേരിട്ട് കാണാതെ ശിക്ഷ കൊടുക്കാൻ പാടില്ല. ഒരു തെറ്റ് ചെയ്ത ആളെ പിടിച്ച് പോലീസുകാരെത്തും സ്റ്റേഷനിൽ വയ്ക്കും. പിന്നെ അവരുടെ കേസെടുത്ത് പിന്നെ കോടതിയിൽ ചെന്ന് ഇയാൾ തെറ്റ് ചെയ്തു പോകും. സാക്ഷി ഒക്കെ നോക്കിയിട്ട് പിന്നെ ശിക്ഷ കൊടുക്കുള്ളൂ. പണ്ട് അങ്ങനെയാണ്. ഇപ്പോൾ പോലീസിന് ശിക്ഷ കൊടുക്കാൻ തുടങ്ങി. അയാളും കാളയോട് ചോദിച്ചപ്പോൾ കാള പറഞ്ഞു, എനിക്ക് ഈ 3 കാല് പോയല്ലോ, ഇതിൻ്റെ കാരണം എന്താണ് ഇതുവരെ എനിക്ക് പിടികിട്ടിട്ടില്ല. കാരണം ദുഃഖം വരാൻ പല കാരണങ്ങളാണ് ആളുകൾ പറയുന്നത്. കേചിത് വികൽപവസനാഃ ആഹുരാത്മാനമാത്മനഃ ദൈവമന്യേ പരേ കർമ്മസ്വഭാവം അപരേ പ്രഭും അപ്രതർക്യാദവിദ്യേശ്യാദിതി കേഷ്വപി നിശ്ചയഃ അത്രാനുരൂപം രാജഋഷേ വിമർശ സ്വമനീഷയാ. ദുഃഖത്തിന് പല ആളുകൾ പല കാരണം പറയുന്നു. ഒരാൾ പറയുന്നു എൻ്റെ അടുത്ത വീട്ടുകാരനാണ് ദുഃഖത്തിന് കാരണം. വേറൊരാൾ പറയുന്നു എൻ്റെ ഗ്രഹപ്പിഴയാണ്, ശനി പിടിച്ചിട്ടുണ്ട്, ഈ പിടിച്ച ശനി വിടില്ല, 7.5 ശനി എന്ന് പറയും, 7 കൊള്ളം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ ശനി ദോഷമാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. ചില ആളുകളുണ്ട് എൻ്റെ കർമ്മമാണ് ദുഃഖത്തിന് കാരണം, എൻ്റെ കാളമാണ്. ഓരോരാൾ കർമ്മം, കാളം, ഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് തന്നെയാണ് കാരണം. ദുഃഖം വിചാരിച്ചാൽ ദുഃഖം, ദുഃഖമില്ല വിചാരിച്ചാൽ മതി. അങ്ങനെയാണ് മഹാത്മാക്കൾ പറയുന്നത്. തൻ്റെ കാല് വെട്ടിയാൽ അടുത്തുണ്ടായിട്ടും ഇയാളാണ് എൻ്റെ കാല് വെട്ടിന് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. എന്താ കാരണം? തെറ്റ് ചെയ്ത ആളെ ചൂണ്ടിക്കാണിച്ചാൽ അതൊരു തെറ്റാണ്. ഏത് അധർമ്മകൃതസ്ഥാനം സൂചകസ്യാവി തദ്ഭവേ. അതുകൊണ്ടാണ് അടുത്ത് കാല് വെട്ടിയാൽ ഉണ്ടായിട്ടും ഈ ആളാണ് എൻ്റെ കാല് വെട്ടിന് പറഞ്ഞിട്ടില്ല നേരിട്ട്. അപ്പോൾ മനസ്സിലായി ഈ പരീക്ഷത്തിന് ഈ കാളയാണ് ധർമ്മദേവത. അതുകൊണ്ടാണ് മഹാദേവൻ കാളയുടെ മുകളിൽ കയറി സഞ്ചരിക്കുന്നു പറയാറുണ്ടല്ലോ. ആ കാള ഏതാണ്? വൃഷഭവാഹനമാണ്. വൃഷഭം പറഞ്ഞാൽ എന്താ? ധർമ്മം. വൃഷഭം പറഞ്ഞാൽ ശ്രേഷ്ഠം. ശ്രേഷ്ഠ ഏതാണ്? ധർമ്മമാണ് ശ്രേഷ്ഠം. അതാണ് വൃഷഭത്തെ മുകളിൽ മഹാദേവൻ ഇരിക്കുന്നു പറയാൻ കാരണം. അപ്പോൾ ഈ കാളയും ഭൂമിയും ദ്രോഹിക്കുന്ന ആളാണ് കലിപുരുഷൻ മനസ്സിലാക്കി. ഈ കലിപുരുഷനെ വെട്ടാൻ വേണ്ടി പരീക്ഷിത്ത് വാള് ഉയർത്തിയപ്പോൾ കലിപുരുഷൻ പരീക്ഷത്തിലേക്ക് ആൾക്കളിൽ വീണ് നമസ്കരിച്ചു. എനിക്കൊരു 4 സ്ഥാനം തന്നാൽ മതി, ഞാൻ അവിടെ നിന്ന് ജീവിച്ചോളാം. ആദ്യം 4 സ്ഥാനം കൊടുത്തു. 4 സ്ഥലം. ജൂതം ബാണം സ്ത്രീയസൂണായത്രാധർമ്മശ്ചതുർവിധ. ജൂതം ചൂത് കളിക്കുന്ന സ്ഥലം,
പാണം മധുപാനം ചെയ്യുന്ന സ്ഥലം, സ്ത്രീയ വേശ്യാസ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലം, സൂണ ഹിംസ നടക്കുന്ന സ്ഥലം. അപ്പോൾ കലിപുരുഷൻ പറഞ്ഞു, ഈ 4 സ്ഥലം കൂടി പോരാ, ഒന്നുകൂടി വേണം. 4 സ്ഥലം പോരാ, എന്താ പണം കൂടി എനിക്ക് വേണം. പണം ഉണ്ടെങ്കിൽ ചൂതുകളി, മധുപാനം, വേശ്യാസ്ത്രീകളുടെ അടുത്ത് പിന്നെ ഒരാളെ കൊല്ലണം, ഇതിനൊക്കെ പണം കൊണ്ടത്തല്ലേ ചെയ്യുന്നത്. അപ്പോഴാണ് പരീക്ഷിച്ച് പറഞ്ഞു, ധർമ്മത്തിന് ചെലവ് ചെയ്യാതെ പണത്തിലിരുന്നോളൂ. പണം ഒരു 1000 രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും 10 രൂപ ഭഗവാനക്ക് വേണ്ടി ധർമ്മത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം. അങ്ങനെ മാറ്റി വയ്ക്കാതെ മുഴുവനും നമ്മൾ കൊണ്ടുപോയാൽ എന്താവും, അതിൽ കലി കയറും. അതുകൊണ്ട് എന്താവും, ആ പണത്തിൻ്റെ ചിലവ് നല്ല ചിലവാകും. പണത്തിൻ്റെ വരവേക്കാൾ ചിലവാണ് കൂടുതൽ പ്രധാനം. ഒരാൾക്ക് എത്ര പണം കിട്ടി ചോദിച്ചാൽ, പണം എത്രയാണ്, ശമ്പളം എത്രയാണെന്ന് ചോദിച്ചാൽ, എനിക്ക് 30,000 ശമ്പളം. ചിലവ് എത്രയാണെന്ന് ചോദിച്ചാൽ 15,000. എന്തിനാ? ഡോക്ടർക്കും ഗുളിക മേടിക്കാം. ഇങ്ങനെയൊക്കെ ചിലവ് ചെയ്യുന്നതിനേക്കാൾ നല്ല ചിലവ് പറയണ്ടേ? അപ്പോൾ നല്ല വിധമായിട്ട് പണം കൂടി നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ധർമ്മത്തിന് ചിലവ് ചെയ്യാതെ പണത്തിലിരുന്നോളൂ കൊടുത്തു. മാത്രമല്ല വേറൊരു അനുഗ്രഹം കൂടി ചെയ്തു. ഈ കലിപുരുഷനൊക്കെ സ്ഥാനം കൊടുക്കാൻ എന്താ കാരണം? ഇവിടെ പറയുന്നുണ്ട്, കുശലാണി ആസു സിദ്ധ്യന്തി നേതരാണി കൃതാണിയത്. ഈ കലിയുഗത്തിലൊരു നല്ല ഗുണമുണ്ട്. എന്താണ് നല്ല ഗുണം? മനസ്സുകൊണ്ട് ഒരു സത്കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാവും. മനസ്സുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ, പാപങ്ങൾക്ക് ശിക്ഷയില്ല. അത് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നു. മനസ്സുകൊണ്ട് ഓരോരോ ആളും ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷ കൊടുക്കാൻ പുറപ്പെട്ടാൽ പിന്നെ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷയില്ല. മനസ്സുകൊണ്ട് പുണ്യം ചെയ്ത ഒരു അമ്പളം കണ്ടു, ഇത് ശിഥിലമായി പോയല്ലോ, ഈ അമ്പലം ഒന്ന് നേരാക്കണം മനസ്സിൽ വിചാരിച്ചാൽ മതി. അങ്ങനൊരു കഥ പറയാറുണ്ട്. ഒരാൾ തൻ്റെ ദുഃഖം മാറാൻ വേണ്ടി ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു, ഇന്ന് വേണ്ട, നാളെ ഉച്ചയ്ക്ക് വരും, ഞാൻ നോക്കി പറയാം പറഞ്ഞു. പിന്നെ ഇയാൾ പോകുന്ന വഴിയിൽ പെട്ടെന്ന് മഴ വന്നപ്പോൾ അവിടെ ഒരു ശിവൻ്റെ അമ്പലം, അത് ശിഥിലമായ അമ്പലത്തിൻ്റെ അവിടെ മഴയ്ക്ക് വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഇടിവെട്ട് വന്നു. ഇടിവെട്ട് വന്നപ്പോൾ ആ അമ്പലത്തിൻ്റെ അടുത്ത് അവിടെ വീണു. കുറച്ച് ഇതൊക്കെ ഇടിഞ്ഞ് പൊഴിഞ്ഞ് വീണു. പക്ഷേ ഇദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നെ അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചു, ഈ അമ്പലം നമുക്ക് ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്ന് പരിഹാരം അറിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ബിസിനസ് നന്നായാൽ ഈ അമ്പലം നന്നായിട്ട് പുതുക്കി ശരിയാക്കണം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു. പിന്നെ അതേപോലെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ ജ്യോത്സ്യനക്ക് അത്ഭുതം. ഇതാ കാരണം, ഇയാൾ അവിടെ ഇടിവെട്ട് കയറ്റി മരിക്കേണ്ട ആളായിരുന്നു. അതുകൊണ്ടാണ് ജ്യോത്സ്യന്മാർക്ക് ശേഷം ചിന്ത്യം എന്ന് പറയും. ശേഷം ചിന്ത്യം പറഞ്ഞാൽ അർത്ഥം ശേഷം അന്ത്യം. ഇനി പറയാനുള്ളേ പിന്നെ അന്ത്യമാണ്. അതുകൊണ്ട് അവർ മുഴുവനും പറയാറില്ല, ഉള്ളത് മുഴുവൻ പറയാൻ പാടില്ല. അതാണ് ജ്യോത്സ്യൻ്റെ ധർമ്മം കൂടി. അപ്പോൾ ജ്യോത്സ്യൻ ചോദിച്ചു, നീ എന്താണ് ചെയ്തു ഇവിടെ ചെന്ന്? അവൾ പറഞ്ഞു, പെട്ടെന്ന് മഴ വന്നപ്പോൾ ശിവൻ്റെ അമ്പലത്തിലായിരുന്നു. ഈ അമ്പലം കണ്ടപ്പോൾ ഒന്ന് പുതുക്കി നേരാക്കണം മനസ്സുകൊണ്ട് വിചാരിച്ചു. അങ്ങനെ മനസ്സുകൊണ്ട് അമ്പലം നേരാക്കണം, നവീകരണ കളശനം നടത്തണമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ എന്തായി? അത് നടത്തിയതിൻ്റെ ഗുണവും ഉണ്ടായി. അതുകൊണ്ടാണ് വരേണ്ട മരണം മാറിപ്പോയി, രക്ഷപ്പെട്ടു. ഇടിവെട്ട് ഏറ്റ് മരിക്കേണ്ട ആൾ പക്ഷെ ആ ഇടി അമ്പലത്തിൻ്റെ അടുത്ത് പോയി ഇയാൾ രക്ഷപ്പെട്ടു. അത് മനസ്സുകൊണ്ട് ചെയ്യുന്ന പുണ്യങ്ങൾക്ക് കൂടുതൽ ഫലം എന്നാണ് ഇവിടെ കാണിച്ചു തരണം. അങ്ങനെ 5 സ്ഥലം കൊടുത്തു പരീക്ഷിച്ച് കലിപുരുഷനക്ക്. 5 സ്ഥലം മേടിച്ച കലിപുരുഷൻ കാത്തിരിക്കുന്നു. ഒരു ദിവസം നായാട്ടത്തിന് പോകുന്നു ഈ പരീക്ഷിച്ച്. അങ്ങനെ പോകുമ്പോൾ നല്ല വിശപ്പും ദാഹവും ഉണ്ടായപ്പോൾ അടുത്തുള്ള മഹാത്മാവിടത്ത് ചെന്ന് ചോദിച്ചു. ശമീകൻ എന്ന മഹാത്മാവിൻ്റെ പേര്. ദദർശമിനി മുണിമാസീനം ശാന്തം വീകലോചനം. ആ മഹാത്മാവ് ധ്യാനത്തിലായതുകൊണ്ട് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലേ. കുടിക്കാൻ വെള്ളം വേണം പറഞ്ഞിട്ടും അദ്ദേഹം മറുപടി പറയാതപ്പോൾ ദേഷ്യം കൊണ്ടിരിച്ചു. അടുത്തിരുന്ന ഒരു പാമ്പ്, മരിച്ച പാമ്പെടുത്ത് അദ്ദേഹത്തെ കഴുത്തിലിട്ടു. നാട്ടിലേക്ക് ചെന്നു. അപ്പോഴാണ് ആ മഹാത്മാവിൻ്റെ മഹാൻ ശൃംഗി എന്ന പേരുള്ള
മഹൻ ഈ കാര്യം മനസ്സിലാക്കി ഉടനെ ശാപം കൊടുത്തു. പരീക്ഷിച്ച് എന്ത് വിചാരിക്കുന്നു? ഞാൻ രാജാവാണ്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, എന്നോട് ചോദിക്കാൻ ഒരാളും ഉണ്ടാവില്ലേ, അങ്ങനെ വിചാരിക്കുന്നു. രാജാവിൻ്റെ കയ്യിൽ ആയുധമാണെങ്കിൽ ബ്രാഹ്മണൻ്റെ വായിലാണ് ആയുധം. ചിലപ്പോൾ രാജാവ് പ്രയോഗിക്കുന്ന കൈ കൊണ്ട് പ്രയോഗിക്കുന്ന ആയുധം ലക്ഷ്യം മാറി അങ്ങോട്ട് ഇങ്ങോട്ട് പോകും. പക്ഷേ ബ്രാഹ്മണൻ ഒരു വാക്ക് പറഞ്ഞാൽ സത്യമാവും, സാധാരണ വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ സത്യമാകുമോ സംശയം. ശാപം കിട്ടിയാൽ അതിൻ്റെ ഗുണമുണ്ടാവും. കാരണം ഗായത്രി ജപിച്ച് യഥോക്തമായ ബ്രാഹ്മണനായാൽ അതിൻ്റെ ഫലം കൃത്യമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് കയ്യിൽ വെള്ളം എടുത്ത് ശപിച്ചു. ഇതി ലംഘിതമര്യാദം സപ്തക്ഷക സപ്തമേഘനീ ദംഘ്യതി സ്മ കുലാംഗാരം ചോദിതോ മേ തദ്രുഹം. 7ാമത്തെ ദിവസം തക്ഷകൻ പേരുള്ള ദേവനാഗം കടിച്ച് പരീക്ഷിച്ച് മരിക്കട്ടെ എന്ന് ശാപം കൊടുത്തു. പിന്നെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ വലിയ ശിക്ഷ കൊടുക്കാൻ പാടില്ല, ചെറിയ പാപത്തിന് ചെറിയ ശിക്ഷയെ കൊടുക്കാവൂ, അങ്ങനെ വലിയ ശിക്ഷ കൊടുത്തു പോയല്ലോ, നിന്റെ പാപം ഭഗവാൻ ക്ഷമിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. പിന്നെ പരീക്ഷത്തിനോട് വിഷയമറിയിക്കാൻ ഒരു ശിഷ്യനെ പറഞ്ഞു വിട്ടു. ഗൗരമുഖൻ പേരുള്ള ആ ശിഷ്യൻ പരീക്ഷത്തിനോട് വിഷയമറിയിച്ചപ്പോൾ അടുത്ത ക്ഷണം പരീക്ഷത്തിൽ എല്ലാം ഉപേക്ഷിച്ച് പുറപ്പെട്ടു. പെട്ടെന്ന് എല്ലാം ഉപേക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ പെട്ടെന്ന് എല്ലാം ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് ഒരു ചെരുപ്പ് തന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ക്ഷേത്രത്തിൽ തൊഴാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ സത്താത്തിന് വരും, പോകേണ്ട സമയത്ത് ചെരുപ്പ് കാണാതായാൽ പറയും, എൻ്റെ ചെരുപ്പ് പോയി സത്താമോട് പറഞ്ഞത്. സത്താം അവസാനം വരാൻ നല്ല ചെരുപ്പില്ല, ചീഞ്ഞ ചെരുപ്പാണ്. ചീഞ്ഞ ചെരുപ്പായാൽ അത് ഉപേക്ഷിക്കാൻ പോലും നമ്മളെ കൊണ്ടാവില്ല. അപ്പോൾ എല്ലാം പെട്ടെന്ന് ഉപേക്ഷിച്ചു പറഞ്ഞാൽ എന്താ കാരണം? ഇവിടെ പറയുന്നു, വിമർശിക്കവും ഹേയതയാ പുരസ്താത്. പണ്ടേ തീരുമാനിച്ചു വെച്ചിരുന്നു പരീക്ഷത്തിൽ ഒരു ദിവസം ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഗംഗാതീരത്തിൽ പോയി ഭഗവാനെ സേവിക്കണം. അങ്ങനെ മനസ്സിൽ തീരുമാനിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് ഉപേക്ഷിക്കാനുള്ള സന്ദർഭം കിട്ടിയപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് നേരെ ഗംഗാതീരത്തിൽ എത്തിച്ചേർന്നു. ഭഗവാനോട് പ്രാർത്ഥിച്ചു, എനിക്ക് സത്സംഗം തരണേ. പ്രാർത്ഥിച്ചപ്പോഴാണ് നിറച്ചും മഹാത്മാക്കൾ ഇവിടെ നാമം ജപിച്ചു വരുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാമം ജപിച്ച് നിറച്ച് മഹാത്മാക്കൾ മഹർഷിമാരോടെ എത്തിച്ചേർന്നു. അത്രി, വശിഷ്ഠ, ചവണൻ, ശരദ്വ, പല മഹാത്മാക്കളുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട്. എല്ലാവരും വന്നപ്പോൾ എല്ലാവരും നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷത്ത് നല്ല ഒരു പ്രാർത്ഥനയാണ്. പുനശ്ച ഭൂയാ ഭഗവത്യനന്തേ രതിഹി പ്രസംഗശ്ച ദദാശ്രയേഷു. വീണ്ടും എനിക്കൊരു ജന്മം കൂടി വേണം. എന്താ കാരണം? ജന്മം കിട്ടിയാൽ മാത്രം പോരാ, വീണ്ടും ഭഗവാന്റെ പാദത്തിൽ നല്ല ഭക്തി ഉണ്ടാവണം. പിന്നെ പ്രസംഗശ്ച ദദാശ്രയേഷു, സത്സംഗം കൂടി വേണം. എവിടെ ജനിച്ചാലും എല്ലാവരോടും പ്രേമം ഉണ്ടാവാം, എന്നെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് മഹർഷിമാർ പറഞ്ഞു, പരീക്ഷയ്ക്ക് നീ പേടിക്കേണ്ട, നീ നല്ല ലോകത്തിലേക്ക് ചെല്ലൂ. കാരണം പാമ്പ് കടിച്ചിട്ട് പിന്നെ തീയിൽപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെയൊക്കെ മരിച്ചാൽ തൂങ്ങി ഇങ്ങനെയൊക്കെ ഇതൊക്കെ ദുർമരണം എന്നാണ് പറയുന്നത്. അങ്ങനെ മരിക്കുന്നവർക്ക് ഗതി കിട്ടാറില്ല. അപ്പോൾ എനിക്ക് പാമ്പ് കടിച്ചല്ലേ എനിക്ക് മരണം, എനിക്ക് ദുർഗതി ഉണ്ടാകുമ്പോൾ പരീക്ഷിച്ച് വിഷമിക്കുമ്പോഴാണ് മഹാത്മാക്കൾ പറയുന്നത്, എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം? യാസ്യത്യയം ഭാഗവത പ്രധാന, നീ ഭാഗവത പ്രധാന, ഭഗവാന്റെ ഭക്തന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ. ലോകം പരം വിരജസ്കം വിശോകം, നീ വൈകുണ്ഠത്തിൽ എത്തിച്ചേരാൻ പോകുന്നു.
അപ്പോൾ നമുക്ക് വൈകുണ്ഠം തീരുമാനമായില്ലേ, അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇവിടെ ചൂത് കളിച്ച് മദ്യം ശരിച്ച് ഇങ്ങനെയൊക്കെ വെറുതെ സംസാരിച്ചുകൊണ്ട് സമയം കളയാൻ പാടില്ല. വൈകുണ്ഠം തീരുമാനമായാലും ആ തീരുമാനമായ തമിഴ്നാട്ടിലൊക്കെ പ്രത്യേക ചടങ്ങൊക്കെ ഉണ്ട് വൈഷ്ണവന്മാർക്ക്, ഭരന്യാസം എന്നുള്ള പേര്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭഗവാന്റെ ഭാഗം ഉറപ്പാണ്. അത് ചെയ്തു കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് എങ്ങനെ വേണ്ടി ജീവിക്കാം നമ്മൾ പുറപ്പെടുന്നത്. എന്ത് ചെയ്യണം? ആ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരുന്ന സമയം വരെ നാമം ജപിച്ചിരിക്കണം, ഭഗവാന്റെ കഥകൾ കേട്ടിരിക്കണം. ഗായക വിഷ്ണു ഗാഥ, എനിക്ക് ഭഗവാന്റെ കഥകൾ പാടി കേൾപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ വന്നവരെല്ലാവരും ഭാഗവതന്മാരാണ്. നാരദൻ, വ്യാസൻ, പരാശരൻ, മൈത്രേയൻ എല്ലാവരും ഭാഗവതം പറയുന്ന മഹാത്മാക്കളാണ്. പക്ഷേ എല്ലാവർക്കും കേൾക്കാനാണ് താല്പര്യം. പണ്ടത്തെ മഹാത്മാക്കൾക്ക് കേൾക്കാനാണ് താല്പര്യം. ഇപ്പോൾ എല്ലാവർക്കും പറയാനാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ എല്ലാവരും കേൾക്കാൻ താല്പര്യപ്പെട്ട് മിണ്ടാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ശുകാചാര്യൻ പ്രത്യക്ഷപ്പെട്ടു. തത്രാഭവത് ഭഗവാൻ വ്യാസപുത്രക, വ്യാസപുത്രനായ ശുകാചാര്യൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. ചെറിയ ആൾക്കാരൊക്കെ നമസ്കരിക്കുന്നു, വലിയ ആൾക്കാരൊക്കെ ആളിങ്ങനെ ചെയ്യുന്നു, കൂടുതൽ പ്രായമുള്ളവരൊക്കെ ആശീർവാദമൊക്കെ ചെയ്യുന്നു. അങ്ങനെ മഹാത്മാ ശുകാചാര്യൻ എത്തിയപ്പോൾ അദ്ദേഹത്തിനോട് ആസനം കൊടുത്ത് എല്ലാവരും അടുത്തിരുന്നു. പരീക്ഷിക്കും വീണ്ടും നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എനിക്ക് ഉപദേശിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ശുകാചാര്യൻ ആദ്യം പരീക്ഷത്തിൻ്റെ ചോദ്യം അഭിനന്ദനം ചെയ്തുകൊണ്ട് ഇവിടെ തുടങ്ങുന്നു. രണ്ടാമത്തെ സ്കന്ധം ആരംഭിക്കുന്നു. വരീയാനേഷതേ പ്രശ്നഃ കൃതോ ലോകഹിതം നൃപാ ആത്മവിത് സമ്മത പുംസാം ശ്രോതം യാതിര്യപരഃ. നല്ല ചോദ്യമാണ്. മഹാത്മാക്കളെ കാണുമ്പോൾ എന്താ ചോദിക്കേണ്ടത്? അവരുടെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിക്കണം, എനിക്ക് ജ്ഞാനം തരണേ. നമ്മളൊക്കെ മഹാത്മാക്കളുടെ ആരെങ്കിലും വലിയ മഹാത്മാക്കളുടെ എത്തിച്ചേർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അമൃതാനന്ദമായി അല്ല സായിബാബ പോലെ മഹാത്മാക്കൾ ആരെങ്കിലും വന്നാൽ നമ്മൾ ഉടനെ പറയും, എൻ്റെ പേരക്കുട്ടിക്ക് വിവാഹമാവണം, എൻ്റെ പേരക്കുട്ടിക്ക് അമേരിക്കയിലെല്ലാം വിസ കിട്ടണം. ഇങ്ങനെയൊക്കെ നമ്മുടെ ഭൗതിക കാര്യങ്ങളാണ് അവരുടെ അടുത്ത് പോയി ചോദിക്കുന്നത്. അതൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ലേ? ഇത് മഹാത്മ്യത്തിൽ പറയുന്നു, മഹാത്മാക്കളെ കണ്ടാൽ തന്നെ മതി. സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. മഹാത്മാക്കളെ കണ്ടാൽ തന്നെ ഈ ഭൗതിക സുഖങ്ങൾ നേട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. മഹാത്മാക്കളുടെ അടുത്ത് ചോദിക്കേണ്ടത് എന്താണ്? നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനമാണ് അവരോട് ചോദിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനം അവരുടെ കയ്യിൽ കൂടുതൽ ഉള്ളതാണ്. എന്താ? ജ്ഞാനം. ജ്ഞാനോപദേശം തരണേ എന്നാണ് മഹാത്മാക്കളുടെ അടുത്ത് പോയി ചോദിക്കുന്നു. അങ്ങനെ പരീക്ഷിച്ച് ചോദിച്ചപ്പോഴാണ് ശുകാചാര്യൻ പറയുന്നു, ഈ ജന്മം സഫലമാവണമെങ്കിൽ അന്തേ നാരായണ സ്മൃതി ജന്മലാഭം പരപുംസാം. അന്തേ നാരായണ സ്മൃതി, നമ്മുടെ അന്ത്യസമയത്തിൽ നാരായണൻ്റെ സ്മൃതി ഉണ്ടാവണം. അന്ത്യസമയത്തിൽ നാരായണ സ്മൃതി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ തുടങ്ങും. ഇപ്പോൾ തന്നെ നാരായണ 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 എന്ന് ജപിച്ചിരുന്നാലേ അന്ത്യസമയത്തിലും നാരായണ ജപിക്കാൻ തോന്നുള്ളൂ. പരീക്ഷിച്ച് നീ പേടിക്കേണ്ട ആവശ്യമില്ലേ. 7 ദിവസം മാത്രമേ ഉള്ളൂ വിചാരിക്കേണ്ട. ഒരു മുഹൂർത്തത്തിൽ ഭഗവാനെ പ്രാപിച്ച ആളുണ്ട്, അവൻ്റെ കഥ പറയാം. ഖട്വാങ്കോണാമ രാജർഷി, ഖട്വാങ്കൻ പേരുള്ള ഒരു മഹാത്മാ ഉണ്ടായിരുന്നു സൂര്യവംശത്തിൽ. ആ ഖട്വാങ്കൻ ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി അസുരന്മാരുടെ യുദ്ധത്തിന് ചെന്നു. അങ്ങനെ അസുരന്മാരെ വധിച്ച് ജയം നേടി വന്നപ്പോഴാണ് ദേവന്മാർ ചോദിക്കുന്നു, നിനക്ക് എന്താണ് പറയണം? ദേവന്മാർ നല്ല മിടുക്കന്മാരാണ്, സ്വകാര്യ കുശലാസുര. എന്താണ് പറയണമെന്ന് ചോദിച്ചപ്പോൾ ഈ ഖട്വാങ്കൻ പ്രാർത്ഥിച്ചു, എനിക്ക് എത്രയാണ് ആയസ് ബാക്കിയുള്ളൂ? മരിക്കുന്ന സമയത്താണ് എന്താണ് പറയണമെന്ന് ഇവർ ചോദിക്കും. ബുദ്ധിയുള്ള ആളായതുകൊണ്ട് എന്ത് ചെയ്തു? എൻ്റെ അന്ത്യസമയം എപ്പോഴാണ് പറയാൻ പറ്റുമ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു മുഹൂർത്തം മാത്രമേ ഉള്ളൂ. മുഹൂർത്തം മാത്രമേ ഉള്ളൂ പറഞ്ഞപ്പോൾ അടുത്ത ക്ഷണം നമേ ബ്രഹ്മകുലാത് പ്രാണാഹ കുലദൈവാത്മജാഹ. മുഹൂർത്തമായും ജ്ഞാത്വേത്യ സുപുറം സന്തതേ മനഃ. ഉടനെ തന്നെ ആ രാജാവ് പറഞ്ഞു, എന്നെ കൊണ്ട് വീണ്ടും അയോധ്യയിൽ കൊണ്ടാക്കിക്കോളൂ. ഇതാ കാരണം, എൻ്റെ അയോധ്യയിൽ എനിക്ക് ദൈവതുല്യന്മാരായ വസിഷ്ഠാദി മഹർഷിമാരെ ഞാൻ നമസ്കരിക്കണം. എൻ്റെ പ്രാണം എനിക്ക് മുഖ്യമില്ലേ, എനിക്ക് എൻ്റെ ഗുരുക്കളാണ് പ്രധാനം.
നമേ ബ്രഹ്മകുല പ്രാണാഹ. എൻ്റെ കുലദൈവം രംഗനാഥൻ. ഇവിടെ ശ്രീരംഗത്തിലേക്കുള്ള രംഗനാഥ പെരുമാൻ പണ്ട് അയോധ്യയിലായിരുന്നു. കുലദൈവാതീന ചാത്മജാഹ. എനിക്ക് എൻ്റെ മക്കളെ അതേപോലെ എൻ്റെ ഭാര്യയെ നോക്കേണ്ട ആവശ്യമില്ലേ. എനിക്ക് എൻ്റെ കുലദൈവമായ കുലദേവതയായ രംഗനാഥനെ കാണണം. കുലദൈവാൻ നചാത്മജാഹ ന ശ്രിയോ ന മഹീരാജ്യം നദാശ്ചാതി വല്ലഭാഹ. ധൈര്യമായിട്ട് പറയുന്നു ഈ രാജാവ്. എന്താ പറയുന്നത്? ബാല്യേക്ക് മതിന്മഹ്യം. ഖട്വാങ്കൻ്റെ കഥ നവമസ്കന്ധത്തിലാണ് വിസ്തരിച്ച് പറയുന്നു. ഇവിടെ സുഖാചാര്യൻ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഖട്വാങ്കൻ്റെ കഥ നവമസ്കന്ധത്തിലാണ്, 9ാമത്തെ അധ്യായത്തിൽ 9ാമത്തെ സ്കന്ധത്തിൽ പറയുന്നു. ന ബാല്യേവി മതിന്മഹ്യം. എൻ്റെ ചെറുപ്പത്തിൽ പോലും എനിക്ക് ആഗമം ചെയ്യാൻ തോന്നിയിട്ടില്ലേ. ചെറുപ്പത്തിൽ ചിലപ്പോൾ കുട്ടികളൊക്കെ എറുമ്പ് എന്തെങ്കിലും കണ്ടാൽ അത് അടിച്ചു കൊള്ളാം, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഞാൻ ഒരാളെയും ദ്രോഹിച്ചിട്ടില്ലേ. ന ബാല്യേവി മതിന്മഹ്യം അധർമ്മേ നമനേ പതിത് നാവശ്യമുത്തമ ശ്ലോകാന്യകിഞ്ചനവസ്തഹം. എനിക്ക് എല്ലാ ദിക്കിലും ഭഗവാനെയാണ് ഞാൻ കാണുന്നു, എൻ്റെ കുലദൈവമായ രംഗനാഥനെയാണ് ഞാൻ കാണുന്നു പറഞ്ഞ് എന്നെ വീണ്ടും വേഗം ഭൂലോകത്തിൽ എത്തിക്കനേ പ്രാർത്ഥിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. മുഹൂർത്തമായും ജ്ഞാപിത്യ. ഇവിടെ പറയുമ്പോൾ ഇഹ എന്നാണ് പറയുന്നത്. മുഹൂർത്താത് സർവം ജ്ഞാത്വ ഇയത്ത ഇഹ. ഇഹ പറഞ്ഞാൽ ഈ ഭൂലോകത്തിലേക്ക് എന്നെ വേഗം ഉണ്ടാക്കണേ പറഞ്ഞു. ഭൂലോകത്തിൽ എത്തിയപ്പോൾ ഇവിടെ നിന്ന് നാമം തിരിച്ചു. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ ജയ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ ജയ 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 ജയ ഗോപാല ഹരേ. ജയ ജയ ഗോപാല ഹരേ. ജയ ജയ ഗോപാല ഹരേ. അങ്ങനെ ഭൂലോകത്തിൽ എത്തി ഭഗവാന്റെ നാമം ജപിച്ച് ഒരു മുഹൂർത്തത്തിൽ ഭഗവാനെ പ്രാപിച്ച ആളുണ്ട്. നിനക്ക് സപ്താഹം ചെയ്താൽ 7 ദിവസം ഉണ്ടല്ലോ. ഒരിക്കുന്ന മഹർഷിമാർക്കും രാജർഷിമാർക്കും എത്ര ദിവസം ബാക്കിയുണ്ടോ അവർക്ക് സംശയമാണ്. നമുക്ക് തീരുമാനം, നിനക്ക് തീരുമാനം. പരീക്ഷത്തോടെ പറയാം 7 ദിവസം ഉണ്ടല്ലോ, ഞാൻ അഹോരാത്രം ഞാൻ പറയാം, നീ ഭഗവാന്റെ കഥ കേട്ടോളൂ പറഞ്ഞ് ഇവിടെ അഷ്ടാംഗയോഗമാണ് ഉപദേശിക്കുന്നു. അത് ആസർ പ്രാണദേവയ്ക്ക് ചെയ്ത ശേഷം ജിതാസനോ ജിതശ്വാസ, പിന്നെ ഭഗവാന്റെ വിരാട് സ്വരൂപം ഈ 14 ലോകവും ഭഗവാന്റെ രൂപമായിട്ട് വർണ്ണിക്കുന്നു. അതിൽ മേഘങ്ങളൊക്കെ ഭഗവാന്റെ കേശങ്ങളായും, നദികളൊക്കെ ഭഗവാന്റെ നാടികളായും, വൃക്ഷങ്ങളൊക്കെ ഭഗവാന്റെ രോമങ്ങളായും, പർവ്വതങ്ങളൊക്കെ ഭഗവാന്റെ അസ്ഥികളായും, ഇങ്ങനെയൊക്കെ ഒരു രൂപധ്യാനം. ഇങ്ങനെയാണ് ബ്രഹ്മാവ് ധ്യാനിച്ചിട്ട് ബ്രഹ്മപദത്തിലെത്തി. ഇതൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അടുത്ത ധ്യാനം പറയുമ്പോൾ 2ാമത്തെ അധ്യായത്തിൽ കേചിത് സ്വദേകാന്തർഹൃദയാവകാശേ പ്രാദേശമാത്രം പുരുഷം വസന്തം. ചില മഹാത്മാക്കൾ, എല്ലാവർക്കും ഇത് പറ്റില്ല. ചില മഹാത്മാക്കൾ ഭാഗ്യമുള്ളവർ എന്ത് ചെയ്യുന്നു? വീട് ഉപേക്ഷിച്ച് കാട്ടിൽ പോയി ചെന്ന് ഭഗവാന് ചതുർഭുജ ശംഖചക്ര കഥാപത്മധാരിയായിട്ടുള്ള ഈ ഗുരുവായൂരപ്പൻ്റെ രൂപം ഇവിടെ ഉണ്ടല്ലോ, ആ ഭഗവാന്റെ രൂപം ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്ന മഹാത്മാക്കൾക്ക് മാത്രമേ ഭഗവാന്റെ പാദത്തിൽ എത്താൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് പരീക്ഷിച്ച് പറയുന്നു, എനിക്ക് ധ്യാനം ചെയ്യാനാവുന്നില്ലല്ലോ. ധ്യാനം ചെയ്യാൻ ഇരിക്കുമ്പോഴാണ് മനസ്സ് എവിടേക്ക് ഓടിപ്പോകുന്നു. മനസ്സിൻ്റെ ഓട്ടം ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എന്താ കാരണം? മനസ്സേക്കാൾ നമ്മൾ ശരീരം കൊണ്ടിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഇരുന്ന് ധ്യാനിക്കാൻ ഇരുന്നാൽ അപ്പോൾ മനസ്സിലാവും നമ്മുടെ മനസ്സ് എവിടേക്ക് പോകുന്നു. വിസ ഇല്ലാതെ അമേരിക്ക മുഴുവൻ ചുറ്റി വരാൻ സാധിക്കും. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ മനസ്സുകൊണ്ട്.
അങ്ങനെ മനസ്സ് ഓടിക്കൊണ്ട് നടക്കുന്നു. അപ്പോൾ ധ്യാനം ചെയ്യാൻ പറ്റാത്ത ആൾക്ക് എളുപ്പത്തിൽ ഭഗവാനെ പ്രാപിക്കാനുള്ള വഴി എന്താണ് ചോദിച്ചപ്പോഴാണ് ഇവിടെ പറയുന്നു ശുകാചാര്യൻ, പിബന്തിയേ ഭഗവത ആത്മനസ്സതാം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം. ഭഗവാന്റെ കഥകൾ കേട്ട് ഇവിടെ ഇരുന്നാൽ മതി. ഇങ്ങനെ ഭഗവാന്റെ കഥ കേട്ടിരുന്നാൽ ഓടി നടക്കുന്ന മനസ്സ് ഇവിടെ ഭഗവാന്റെ കഥ പറയുമ്പോൾ അവിടെ സമാധാനമായി ഇരുന്നോളും. ചിലപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് പോകും, ഇടയ്ക്ക് പോയാലും തിരിച്ച് വന്നോളും. സാധാരണ സമയത്ത് അങ്ങനെ അടങ്ങിയിരിക്കാറില്ല. അങ്ങനെ ഭഗവാന്റെ കഥ കേട്ടിരുന്നാൽ മതി, ഇല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിച്ച ഭക്തന്മാരെ ആശ്രയിച്ചാൽ മതി. ഇവിടെ ഉദാഹരണമായിട്ട് ഒരു കഥ പറയാറുണ്ട് ഗുരുനാഥൻ. ഭഗവാന്റെ കൂട്ടുകാരനായ ഒരാളുണ്ടായിരുന്നു, ദധിഭാണ്ഡൻ എന്നാണ് പേര്. ദധിഭാണ്ഡം പറഞ്ഞാൽ അർത്ഥം തൈർ ചട്ടി, തൈര് വയ്ക്കുന്ന കലം, അതിൻ്റെ പേരാണ് ദധിഭാണ്ഡം. ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു കൂട്ടുകാരനാണ്, ബ്രാഹ്മണ കുട്ടിയാണ്. കൃഷ്ണർക്ക് എത്ര തൈര് പാല് കിട്ടിയാൽ മുഴുവനും കഴിക്കാൻ പറ്റുമല്ലോ, കുറച്ച് കഴിച്ചിട്ട് ബാക്കി മുഴുവനും ഈ ദധിഭാണ്ഡ കയ്യിൽ കൊടുക്കും, അവൻ പ്രസാദമായി കഴിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വയറ് തന്നെ കുടമ്പോളായിരുന്നു. അതുകൊണ്ട് കുടവയറുള്ളത് കൊണ്ടാണ് ദധിഭാണ്ഡൻ പേര് വരാൻ കാരണം. ഈ ദധിഭാണ്ഡൻ ഒരു ദിവസം ഒരു തൈർക്കളത്തിൻ്റെ മുകളിൽ, വലിയ തൈർക്കളത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന സമയത്താണ് കുട്ടികളൊക്കെ ഒളിച്ച് കളിക്കുന്ന കളിയാണ്. കൃഷ്ണൻ ഒളിഞ്ഞിരിക്കാൻ വേണ്ടി പോകുന്നു, കുട്ടികൾ കണ്ണനെ അന്വേഷിച്ച് വരുന്നു. അങ്ങനെ കണ്ണനെ അന്വേഷിച്ച് വരുന്ന സമയത്താണ് കണ്ണൻ ദധിഭാണ്ഡനോട് പറഞ്ഞു, എനിക്ക് ഇവിടെ ഒളിച്ചിരിക്കാൻ സ്ഥലം തരുമോ? എവിടെയാണ്? ഈ തൈർക്കളത്തിൽ ഞാൻ ഒളിഞ്ഞിരുന്നോട്ടെ. ശരി പറഞ്ഞ് തൈർക്കളത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞു. കണ്ണൻ അവിടെ തൈർക്കളത്തെ വെച്ചിട്ട് എന്ത് അതിൻ്റെ മുകളിൽ കയറിയിരുന്നു ഈ ദധിഭാണ്ഡൻ. കുട്ടികൾ അന്വേഷിച്ച് വന്നു, ഇവിടെ ഉണ്ടോ, കണ്ണൻ ഇവിടെ വന്നുവോ ചോദിച്ചപ്പോൾ ഇയാൾ ഒന്നും മിണ്ടിട്ടില്ല, ഉറങ്ങുന്നു വിചാരിച്ച കുട്ടികൾ പോയി. കുട്ടികൾ പോയ ശേഷം തൈർക്കളത്തിൽ ഉള്ളിലിരിക്കുന്ന കണ്ണൻ വിളിച്ചു, ദധിഭാണ്ഡ, തൈർക്കളം എന്ന് പറയും, ദധിഭാണ്ഡ ഒന്ന് എഴുന്നേക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നു. അപ്പോഴാണ് ദധിഭാണ്ഡൻ പറഞ്ഞു, എനിക്ക് ഒരു വരം തരണം. എന്താണ് വരം? എനിക്ക് മോക്ഷം തരണം. മോക്ഷം തരണം. അത് എന്നെ കൊണ്ട് വയ്യ, അതിന് തപസ് ചെയ്യണം, അതൊക്കെ ചെയ്താൽ കിട്ടുള്ളൂ. അപ്പോൾ ദധിഭാണ്ഡൻ പറഞ്ഞു, നീ ആരാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, നീ ഭഗവാനാണ്. അപ്പോൾ എനിക്ക് മോക്ഷം തരാൻ പറഞ്ഞാലേ ഞാൻ എഴുന്നേക്കുള്ളൂ. പിന്നെ പറഞ്ഞു, ഭഗവാൻ മോക്ഷം തന്നേക്കാം. എന്നിട്ടുണ്ട് ഈ ദധിഭാണ്ഡൻ എഴുന്നേക്കണില്ല, ഉള്ളിലാണ് ഭഗവാൻ. എനിക്ക് ഒന്നും കൂടി ഒരു വരം കൂടി വേണം. എന്താ? എനിക്ക് നിന്നെ പിടിച്ചു കൊടുത്തില്ലേ, ഈ തൈർക്കളത്തിന് കൂടി മോക്ഷം കിട്ടണം. തൈർക്കളത്തിന് മോക്ഷവും മഹാത്മാക്കളൊക്കെ കാത്തിരിക്കുമ്പോൾ അങ്ങനെ കിട്ടിയാലും ഞാൻ എഴുന്നേക്കുള്ളൂ. ശരി പറഞ്ഞു ഭഗവാൻ. അങ്ങനെ ശരി പറഞ്ഞ ശേഷം ആ തൈർക്കളത്തിൻ്റെ മുകളിൽ ദധിഭാണ്ഡൻ ഇറങ്ങി, ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ചാടി പുറത്ത് വന്നു. അടുത്ത ക്ഷണം എന്തായി? ഈ തൈർക്കളം എന്ന് പറക്കാൻ തുടങ്ങി. ആകാശത്തിലേക്ക് പറന്ന് വൈകുണ്ഠത്തിലെത്തി. എല്ലാവരും നോക്കും, ഇതിൻ്റെ ഭൂലോകത്തിൽ ഒരു തൈർക്കളം അവിടെ വൈകുണ്ഠത്തിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ വൈകുണ്ഠനാഥായ ഭഗവാൻ പറഞ്ഞു, അവിടെ ഒരു ഭക്തൻ്റെ തൈർക്കളമാണ്, ഒരു ഭക്തൻ്റെ പാത്രമായാലും പശുരു മനുഷ്യ പക്ഷീവായേച്ച വൈഷ്ണവമാശ്രിത. എൻ്റെ ഗുരുനാഥൻ്റെ നല്ല ഭക്തന്മാരുടെ വീട്ടിലൊക്കെ നോക്കിയാൽ തമിഴ്നാട്ടിലൊക്കെ ആ പാത്രത്തിൽ തന്നെ ശംഖ് ചക്രമൊക്കെ വരച്ച് അതിൽ രാധേ കൃഷ്ണ, ഭഗവാൻ നാരായണ, നമ്മളൊക്കെ നമ്മുടെ സ്വന്തം പേര് എഴുതും. പക്ഷേ അവിടെ ഭക്തന്മാർ അങ്ങനെ എഴുതാല്ലേ, ആ പാത്രത്തിൽ പോലും നാരായണ, രാമ, കൃഷ്ണ അങ്ങനെയൊക്കെ എഴുതുള്ളൂ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താവും? അതിന് പോലും നല്ല ഗതി കിട്ടും. പറഞ്ഞു വന്ന കാര്യം, തൈർക്കളം പോയി പറഞ്ഞാൽ അർത്ഥം തൈർക്കളം വിചാരിക്കേണ്ട, നമ്മുടെ ശരീരം തന്നെ തൈർക്കളം. ഇത് ഉണ്ടാക്കിയത് ആരാണ്? 4 മാതമായി കുയവനെ വേണ്ടി കൊണ്ടുവന്നാൻ ഒരു തോണ്ടി. 4-6 മാസം ബ്രഹ്മാവോട് പ്രാർത്ഥിച്ചിട്ട് ഇത് ഉണ്ടാക്കിയതാണ് ഈ തൈർക്കളം പോലെ നമ്മുടെ ശരീരം. അതിൻ്റെ അടപ്പ് പോലെയാണ് തല. ഈ ശരീരമാകുന്ന തൈർക്കളത്തിന് നമുക്ക് വൈകുണ്ഠം കിട്ടണമെങ്കിൽ ദധിഭാണ്ഡനെ പോലെ നല്ല ഭക്തന്മാരുടെ കാലു പിടിച്ചാൽ മതി, അവർക്കും സദ്ഗതി കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞു വന്ന കാര്യം. രജന്തി തച്ചരണ സരോരുഹ അന്തികം. ഇത് പറഞ്ഞ് ശുഗൻ നിർത്തിയപ്പോഴാണ് അവിടെ കേട്ടിരിക്കുന്ന സൗനകാദി ഋഷീശ്വരന്മാർ അവർ പറയുന്നു,
ഈ ശരീരം ഭഗവാനെ പ്രാപിക്കാൻ കൊടുത്തതാണ്. നാമം ജപിക്കാതെ നാവ് തവളയുടെ നാക്ക് പോലെയാണ്. ഭഗവാന്റെ രൂപം കാണാതെ കണ്ണുകളൊക്കെ മയിൽ കീഴിലിരിക്കുന്ന കണ്ണു പോലെയാണ്. അതേപോലെ വിലേപത ഉരുക്രമ വിക്രമാന്യേ, ഭഗവാന്റെ കഥകൾ കേൾക്കാത്ത ചെവിയൊക്കെ മറപ്പത്ത് പോലെയാണ്. നാമം ജപിക്കാതെ നാവ് തവളയുടെ നാക്ക് പോലെയാണ്. തവള രാത്രി വീടും അങ്ങനെ ശബ്ദിച്ചുകൊണ്ടേക്കും. ഈ തവളയുടെ ശബ്ദം കേട്ടപ്പോൾ തമിഴ്നാട്ടിലൊരു മഹാത്മാ ഉണ്ടായിരുന്നു. അദ്ദേഹം തവളയെ ഒന്ന് നമസ്കരിച്ചു. എന്താ കാരണം? ഈ തവളയ്ക്കാണ് കൂടുതൽ ശിവഭക്തി. രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ച് ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടല്ലോ, ശിവനാമം ജപിക്കുന്നുണ്ടല്ലോ വിചാരിച്ച് തവളയെ കൊണ്ട് നമസ്കരിച്ചു. അപ്പോൾ തവളയുടെ ശബ്ദം പോലും ചിലപ്പോൾ ശബ്ദിക്കുന്ന ശബ്ദം ഭഗവാന്റെ നാമം പോലെ തോന്നുന്നു. അപ്പം നമ്മുടെ ശബ്ദം അങ്ങനെ തോന്നില്ലേ? നാമം, ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവാന്റെ രൂപം കാണാനാണ് ഈ ശരീരം നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടുന്നു, കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണ കണ്ണെന്തിനാ കണ്ണ കണ്ണെന്തിനാ, കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണ കണ്ണെന്തിനാ കണ്ണ കണ്ണെന്തിനാ, ഇത്തരം കേൾക്കാതെ കാതെന്തിനാ കണ്ണ കാതെന്തിനാ കണ്ണ കാതെന്തിനാ, ഇത്തരം കേൾക്കാതെ കാതെന്തിനാ കാതെന്തിനാ കണ്ണ കാതെന്തിനാ, കണ്ണനെ കാണാതെ കണ്ണെന്തിനാ കണ്ണ കണ്ണെന്തിനാ കണ്ണ കണ്ണെന്തിനാ, കണ്ണനെ ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവാനെ പ്രാപിക്കാൻ കൊടുത്തതാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, ശുകാചാര്യൻ എന്തൊക്കെ മറുപടി പറഞ്ഞു, വിസ്തരിച്ച് പറയണേ പ്രാർത്ഥിച്ചപ്പോഴാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു, ഈ ലോകം ഭഗവാൻ എങ്ങനെ സൃഷ്ടിക്കുന്നു ചോദിച്ചപ്പോഴാണ് ശുകാചാര്യൻ ഭഗവാനെ ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്ന സ്തുതിയാണ് ശുകസ്തുതി. ശുകസാരസ്വതം എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. എൻ്റെ ഉള്ളിൽ നിന്ന് ആ ഭഗവാൻ തന്നെ ഈ സൃഷ്ടി വിഷയം
പറഞ്ഞ് കേൾപ്പിക്കട്ടെ. കാരണം അവരവരുടെ തൊഴിൽ രഹസ്യം അവരവർക്കേ മനസ്സിലാവുള്ളൂ. സൃഷ്ടി ഭഗവാന്റെ തൊഴിലല്ലേ. എൻ്റെ ഉള്ളിൽ നിന്നും ആ ഭഗവാൻ തന്നെ പറഞ്ഞ് കേൾപ്പിക്കട്ടെ. സോലന്ത്രശിഷ്ട ഭഗവാൻ വചാംസി. ഇവിടെ ബ്രഹ്മനാഥ സംവാദ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നു. ബ്രഹ്മാവിൻ്റെ തൊടയിൽ നിന്നും ഉത്സംഗം നാരദോജജ്ഞി ഉണ്ടായ നാരദൻ ബ്രഹ്മാവിനെ നന്നായിട്ട് ശുശ്രൂഷിച്ചു. ഒരു ദിവസം അച്ഛനോട് ചോദിച്ചു, നിങ്ങളല്ലേ സൃഷ്ടി ചെയ്യുന്ന ആൾ? അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ സൃഷ്ടി ചെയ്തിട്ടില്ലേ, എന്നെയും സൃഷ്ടിച്ച് എനിക്ക് സൃഷ്ടിക്കാനുള്ള സാധനങ്ങളും ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് ബ്രഹ്മ തൻ്റെ അനുഭവം കൂടെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. ആദ്യം വെള്ളം മാത്രം ഉണ്ടായിരുന്നു, വെള്ളത്തിലൂടെ താമര ഉണ്ടായി, താമരയിൽ സ്വയം ആവിർഭവിച്ചത് കൊണ്ടാണ് സ്വയംഭൂ എന്ന് ബ്രഹ്മാവിൻ്റെ പേര്. ബ്രഹ്മാവ് താമരയുടെ അടിവഴിക്കൂടി ഒരു 100 കൊല്ലം അന്വേഷിച്ചു. തതസകല നാളിക വിവര മാർഗോ മാർഗയൻ. 100 കൊല്ലം അന്വേഷിച്ചിട്ടും ഈ താമര എവിടെ നിന്നാണ് പുറപ്പെടുന്നു അത് പിടികിട്ടുന്നില്ലേ. അപ്പോഴാണ് ശബ്ദം കേട്ടു. വീണ്ടും താമരയിലെ കയറി ഇരുന്നപ്പോഴാണ് ശബ്ദം കേട്ടു, തപതപേ ചേവൻഹി വേഗായശു. തപസ് ചെയ്യൂ. തപസ് പറഞ്ഞാൽ അർത്ഥം ധ്യാനിക്കൂ എന്നർത്ഥം. കണ്ണ് തുറന്ന് എന്നെ നോക്കാൻ പറ്റില്ല, കണ്ണടച്ച് ഉള്ളിൽ ധ്യാനിച്ചോളൂ പറഞ്ഞപ്പോഴാണ്, ഉള്ളിൽ കണ്ണടച്ച് ധ്യാനിച്ചപ്പോഴാണ് ഭഗവാന്റെ വൈകുണ്ഠ ലോകം കണ്ടു. അവിടെ മഹാലക്ഷ്മി ഊഞ്ഞാലാടിയിരിക്കുന്നത് കാണുന്നു, ഭക്തന്മാരൊക്കെ കാണുന്നു. അവിടെ ഭഗവാൻ ആദിശേഷൻ്റെ മുകളിലിരിക്കുന്ന ഭഗവാന്റെ അടുത്ത് ചെന്ന് വീണ് നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ചപ്പോൾ ബ്രഹ്മാവിൻ്റെ കയ്യും പിടിച്ച് അടുത്തിരുത്തി ഭഗവാൻ ബ്രഹ്മാവോട് സൃഷ്ടി ചെയ്തോളാം, സൃഷ്ടി ചെയ്തോളൂ എന്നാണ് പറഞ്ഞു. സൃഷ്ടി ചെയ്തോളൂ പറഞ്ഞപ്പോൾ അത് എന്നെക്കൊണ്ട് വയ്യ. അദ്ദേഹം വിഷമിക്കുമ്പോഴാണ് നിനക്ക് അതിൻ്റെ ജ്ഞാനം ഞാൻ ഉപദേശിക്കാൻ പറഞ്ഞത്. 4 ശ്ലോകത്തിൽ ഭാഗവതം ഉപദേശിക്കുന്നു ഭഗവാൻ. ചതുശ്ലോകി ഭാഗവതം എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. ആദ്യത്തെ 2 ശ്ലോകം അതിൻ്റെ മുഖവരയായും അവസാനത്തെ ശ്ലോകം പടശ്രീയും ചേർത്ത് 7 ശ്ലോകത്തിലാണ് ഉപദേശം കൊടുത്തു. ആ ഉപദേശം സ്വീകരിച്ചിട്ടാണ് ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്നു. പിന്നെ ഭാഗവതത്തിലെ 10 ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ 2ാമത്തെ സ്കന്ധം 10ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. സാധാരണ എല്ലാ പുരാണങ്ങളിലും 5 ലക്ഷണമേ ഉള്ളൂ. സർഗസ് പ്രതിസർഗസ് വംശോ മന്വന്തരാണിച്ച് വംശാണ് ചരിത്രം ചെയ്തി പുരാണം 5 ലക്ഷണം. എല്ലാ പുരാണങ്ങൾക്കും 5 ലക്ഷണമേ ഉള്ളൂ. സർഗം സൃഷ്ടി, പ്രതിസർഗം പിന്നെ പ്രളയം, വംശം രാജാക്കളുടെ വംശം, പിന്നെ മന്വന്തരം, വംശാണ് ചരിത്രം. പിന്നെ അവരുടെ രാജാവിൻ്റെ പരമ്പരയിൽ വരുന്ന മഹാത്മാക്കളുടെ കഥകളൊക്കെ ഈ പറയുന്നതാണ് ബാക്കി പുരാണങ്ങളുടെ ഉള്ള ലക്ഷണം. ഭാഗവതത്തിൽ മാത്രം 10 ലക്ഷണം ഇവിടെ വർണ്ണിക്കുന്നു. സർഗോ വിസർഗം സ്ഥാനം പോഷണം ഭൂതി മന്വന്തര ഈശാനുകഥ നിരോധോ മുക്തിരാശ്രയം. ഈ 10 ലക്ഷണം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ഈ 10 ലക്ഷണമൊക്കെ നാളെ നമുക്ക് വിസ്തരിച്ച് കേൾക്കാം. ഇപ്പോൾ നമുക്ക് ഒരു കീർത്തനം ചൊല്ലി സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ 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 ഗോപാല പ്രഭോ ഗിരിധാരി ഗോവിന്ദ ഗോപാല പ്രഭോ ഗിരിധാരി ഗോവിന്ദ ഗോപാല പ്രഭോ ഗിരിധാരി പ്രഭോ ഗിരിധാരി പ്രഭോ ഗിരിധാരി പ്രഭോ ഗിരിധാരി പ്രഭോ ഗിരിധാരി ഗോവിന്ദ
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാളെ നമുക്ക് പാരായണത്തിൽ വരാഹാവതാരം രാവിലെയാണ് വരുന്നത്. അത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടാവും. അതുപോലെ ഭൂമിലാഭം, ഭൂമി ഭർത്താവില്ലേ, ഭൂമിയുടെ ദോഷം, താമസിക്കുന്ന വീട്ടിലിൻ്റെ ഭൂമിയുടെ ദോഷം, പിന്നെ ഭൂമിലാഭം വേണ്ടവർക്ക് അതൊക്കെ ഉണ്ടാവും. അതിനുശേഷം കപിലാവതാരം, കപിലോപദേശം, അതിനുശേഷം ദക്ഷയാഗം മുതലായ വിഷയങ്ങളാണ് നാളെ ഇവിടെ വർണ്ണിക്കാൻ പോകുന്നു. നാളെ കറുത്ത വാവാണ്. കറുത്ത വാവ് പിതൃക്കളുടെ ദിവസമാണ്. പിതൃക്കൾക്ക് തൃപ്തി എപ്പോഴാണ് ഉണ്ടാവും ചോദിച്ചാൽ, നിങ്ങളുടെ ഭാഗവതം കേൾക്കുമ്പോഴാണ് പിതൃക്കൾക്ക് കൂടുതൽ തൃപ്തി. ആസ്ഫോടയന്തി പിതരഹ നൃത്യന്തി കുലദേവതാഹ എന്നാണ് പറയുന്നു. അപ്പം നാളെ ഭാഗവതം ശ്രമിക്കുന്നത് വളരെ വിശേഷമാണ്. നാളെ അവധിയും കൂടിയാണ്, ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ഈ സപ്താഹത്തിൽ പങ്കെടുക്കാം. അതേപോലെ ഭഗവാന്റെ പ്രസാദം, അമ്മയുടെ ഇവിടെ വീട്ടിൽ നമുക്ക് ഭക്ഷണം കിട്ടും, അല്ല ഇവിടെ കഴിക്കുമ്പോൾ ഭഗവാന്റെ പ്രസാദമായുള്ള പ്രസാദം കൂടി കിട്ടും. അതേപോലെ അർച്ചനയൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്, അതിലും എല്ലാവരും പങ്കെടുക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ദീപാരാധന. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മനീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു കാലേ വർഷതു പർജന്യഃ പൃഥിവീ സസ്യശാലിനി ദേശോऽयं ക്ഷോഭരഹിതः സജ്ജനാः സന്തു നിർഭയാः അപുത്രാः പുത്രിണः സന്തു പുത്രിണः സന്തു പൗത്രിണः അധനാः സ്വധനാः സന്തു ജീവന്തു ശരദാം സുഖം ലാഭസ്തേഷാം ജയസ്തേഷാം കുതസ്തേഷാം പരാഭവഃ തേഷാം ഇന്ദ്രീവരസ്യാമോ ഹൃദയേ പ്രതിഷ്ഠിതഃ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാत्
करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि यदक्षरपदभ्रष्टं मात्राहीनं यद्भवेत् तत्सर्वं क्षम्यतां देव नारायण नमोस्तुते विसर्गबिन्दमात्राणि पदपादाक्षराणि च न्यूनानि चातिरिक्तानि क्षमस्व अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष जनार्दना सर्वत्र गोविन्दनाम संकीर्तनं गोविन्द नमः पार्वतीपतये हर जय बोल सद्गुरु महाराज की जय। राधेश्याम।